പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദ്വിദിന കുവൈറ്റ് സന്ദർശനം പൂർത്തിയായിരിക്കുകയാണ്. ചരിത്രപരമായ സന്ദർശനത്തിനാണ് കുവൈത്ത് സാക്ഷിയായത്. നാല് മണിക്കൂർ കൊണ്ട് എത്താവുന്ന രാജ്യത്തേക്ക് ഒരു പ്രധാനമന്ത്രിക്ക് എത്താൻ 4 പതിറ്റാണ്ട് എടുത്തു എന്ന് പറഞ്ഞാണ് ഇന്ത്യൻ സമൂഹത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുവൈത്തിൽ അഭിസംബോധന ചെയ്തത്. 60 വർഷത്തിലധികമായുള്ള നയതന്ത്ര ബന്ധവും അതിനും പതിറ്റാണ്ടുകൾക്ക് മുൻപ് ആരംഭിച്ച ഇന്ത്യ കുവൈത്ത് വ്യാപാര ബന്ധവും സമൂഹങ്ങൾ തമ്മിലുള്ള ബന്ധവുമെല്ലാം ഇന്നും സൗഹാർദ്ദപരമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഇരു രാജ്യങ്ങളെന്നും അദ്ദേഹം വ്യക്തമാക്കി. ചരിത്രപരമായ സന്ദർശനം എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കുവൈത്ത് സന്ദർശനത്തെ വിശേഷിപ്പിക്കുന്നത്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുവൈത്ത് അമീർ ഷെയ്ഖ് മിഷാൽ അൽ അഹമ്മദ് അൽ ജാബിർ അൽ സബായിന്റെ ക്ഷണപ്രകാരമുള്ള ഔദ്യോഗിക സന്ദർശനത്തിനായി 2024 ഡിസംബർ 21 കുവൈത്തിലെത്തിയത്. കുവൈത്ത് നേതൃത്വത്തിന്റെയും ഇന്ത്യൻ സമൂഹത്തിന്റെയും ഊഷ്മളമായ സ്വീകരണം ഏറ്റുവാങ്ങിയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കുവൈത്ത് സന്ദർശനം ആരംഭിച്ചത്. രാമായണവും മഹാഭാരതവും അറബി ഭാഷയിലേക്ക് വിവർത്തനം ചെയ്ത കുവൈത്തി സാഹിത്യകാരനും വിവർത്തകരുമായ അബ്ദുള്ള അൽ ബറൂൺ, പ്രസാധകൻ അബ്ദുൽ ലത്തീഫ് അൽ നിസഫ് എന്നിവരെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. മഹാഭാരതത്തിന്റെയും അറബി വിവർത്തനത്തിന്റെ ഓരോ കോപ്പികൾ വീതവും ഇരുവരും പ്രധാനമന്ത്രിക്ക് സമ്മാനിച്ചു. സന്ദർശനത്തിന്റെ ആദ്യ ദിനത്തിൽ അദ്ദേഹം ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്തു. ഷെയ്ഖ് സാദ് അൽ സബ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന പരിപാടിയിൽ 4000-ഓളം പേർക്കാണ് പ്രവേശനം ലഭിച്ചത്. ഇന്ത്യൻ പ്രവാസി സമൂഹ പ്രതിനിധികൾ, ബിസിനസ് രംഗത്തെ വ്യക്തിത്വങ്ങൾ, ഇന്ത്യൻ സ്കൂൾ വിദ്യാർത്ഥികൾ, മാധ്യമപ്രവർത്തകർ തുടങ്ങി സമസ്ത മേഖലകളിൽ നിന്നുള്ള ഇന്ത്യൻ സമൂഹത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്തു. ഗൾഫ് കപ്പിന്റെ ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തതായിരുന്നു ആദ്യ ദിവസത്തെ മറ്റൊരു പ്രധാന പരിപാടി. അമീർ ഷെയ്ഖ് മിഷാൽ അൽ അഹമ്മദ് അൽ ജാബിർ അൽ സബാവും മറ്റ് ഉന്നത നേതാക്കളും അദ്ദേഹത്തെ സ്വീകരിച്ചു. ഇന്ത്യൻ തൊഴിലാളി ക്യാമ്പുകളിൽ സന്ദർശനം നടത്തിയ പ്രധാനമന്ത്രി അവരോടൊപ്പം അവരുടെ വിശേഷങ്ങൾ തിരക്കി അവർക്കൊപ്പം ഭക്ഷണം കഴിച്ചു മടങ്ങിയതും സന്ദർശനത്തിലെ പ്രധാന നിമിഷങ്ങളായി. സന്ദർശനത്തിന്റെ 2ാം ദിവസം ഔദ്യോഗിക കൂടിക്കാഴ്ചകളായിരുന്നു. 2024 ഡിസംബർ 22 ബയാൻ കൊട്ടാരത്തിൽ പ്രധാനമന്ത്രിക്ക് കുവൈത്തിന്റെ പരമോന്നത ബഹുമതി ദി ഓർഡർ ഓഫ് മുബാറക് അൽ കബീർ സമ്മാനിച്ചുകൊണ്ട് രാജകീയ ആദരം നൽകി. ഇന്ത്യയും കുവൈത്തും തങ്ങളുടെ പരമ്പരാഗത സാംസ്കാരിക ബന്ധത്തെ തന്ത്രപ്രധാന പങ്കാളിത്തത്തിലേക്ക് മാറ്റാനുള്ള തീരുമാനമെടുത്തു എന്നതും ഉഭയകക്ഷി കരാറുകളിൽ ഒപ്പിട്ടു എന്നതുമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിലെ എടുത്തു പറയേണ്ട സംഗതി. വ്യാപാരം, നിക്ഷേപം, പ്രതിരോധം, സുരക്ഷ, ഊർജം, സംസ്കാരം, വിദ്യാഭ്യാസം, സാങ്കേതികവിദ്യ, മാനവ വിഭവശേഷി തുടങ്ങിയ മേഖലകൾ ഉൾക്കൊള്ളുന്നതാണ് ഇതിൽ ഉൾപ്പെടുന്ന സഹകരണ മേഖലകൾ എന്നതിനാൽ
വളരെ സമഗ്രവും സൂക്ഷ്മതല സ്പർശിയുമാണ് പങ്കാളിത്തമെന്ന് വിലയിരുത്താനാകും. വ്യാപാരവും നിക്ഷേപവും കൂടുതൽ വികസിപ്പിക്കാനുള്ള സാധ്യതകളിൽ കാര്യമായ ചർച്ചകളാണ് സന്ദർശനത്തിനിടെ നടന്നത്. കുവൈത്ത് ഇന്ത്യയിലെ സാങ്കേതികവിദ്യ, ആരോഗ്യ പരിപാലന മേഖല, ഭക്ഷ്യസുരക്ഷാ പാർക്കുകൾ, ടൂറിസം തുടങ്ങിയ മേഖലകളിൽ നിക്ഷേപിക്കാൻ താൽപര്യം പ്രകടിപ്പിച്ചു. ഇന്ത്യയിൽ വിദേശ നിക്ഷേപങ്ങൾ സുതാര്യവും സൗഹൃദപരവുമാക്കാനുള്ള നടപടികളിലേക്കുള്ള പരിഷ്കാരങ്ങളെ കുവൈത്ത് അഭിനന്ദിച്ചു. ഇരു രാജ്യങ്ങളും ഭാവിയിൽ ഊർജ്ജ മേഖലയിലെ പരമ്പരാഗത ബയർ സെല്ലർ ബന്ധത്തിൽ നിന്ന് സമഗ്ര പങ്കാളിത്തത്തിലേക്ക് മാറാനുള്ള ആലോചനകൾ നടത്തി. പെട്രോളിയം ശേഖരണ മേഖലകളിലും നവീന ഊർജ്ജ മേഖലകളിലും കുവൈത്ത് പങ്കാളിയാകുന്ന സാധ്യതകളും പരിശോധിച്ചു. പ്രതിരോധ രംഗത്ത് MOU ഒപ്പുവെക്കുന്നതിലൂടെ സംയുക്ത സൈനിക പരിശീലനം, തീരസുരക്ഷ, സൈനിക ഉപകരണങ്ങളുടെ സംയുക്ത ഉൽപാദനം എന്നിവയിൽ സഹകരണം ഉറപ്പുവരുന്നുണ്ട്. ഭീകരവാദത്തിനെതിരെ ശക്തമായ നിലപാടിൽ കുവൈത്ത് ഇന്ത്യയുടെ പങ്കാളിയാകും. 2025-29 കാലയളവിലേക്കുള്ള സാംസ്കാരിക പരിപാടികളിലെ സഹകരണം, 2025-28 കാലയളവിലേക്കുള്ള കായിക പ്രവർത്തന സഹകരണ പദ്ധതി എന്നിവയ്ക്കും തുടക്കമായിട്ടുണ്ട്. ഡിജിറ്റൽ ലൈബ്രറികൾ, ഓൺലൈൻ പഠന പ്ലാറ്റ്ഫോമുകൾ എന്നിവയിൽ സഹകരണം ശക്തമാക്കാനുള്ള ചർച്ചകളും സന്ദർശനത്തിനിടെ നടന്നു. പ്രതിരോധ ധാരണാപത്രം, സാംസ്കാരിക കൈമാറ്റ പദ്ധതികൾ, കായിക സഹകരണ കരാറുകൾ, കുവൈത്തിന് അന്താരാഷ്ട്ര സോളാർ അലയൻസിൽ അംഗത്വം, UN പരിഷ്കാരങ്ങളിൽ ധാരണ എന്നിവയാണ് ഒപ്പുവെച്ച കരാറുകൾ. ഇരു രാജ്യങ്ങളും നിലവിലുള്ള അന്താരാഷ്ട്ര വെല്ലുവിളികളെ നേരിടാൻ UN സുരക്ഷാ കൗൺസിലിന്റെ വിപുലീകരണമടക്കമുള്ള പരിഷ്കാരങ്ങളും അനിവാര്യമാണെന്നും അഭിപ്രായപ്പെട്ടു. കുവൈത്തിലെ ഇന്ത്യക്കാരുടെ സമാധാനപൂർവ്വവും മികച്ചതുമായ പ്രവർത്തനത്തെ കുവൈത്ത് നേതാക്കൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് പ്രത്യേകമായി പ്രശംസിച്ചത് കുവൈത്തിലെ ഇന്ത്യൻ സമൂഹത്തിലുള്ള അംഗീകാരമായി. കുവൈത്ത് നേതാക്കളെ ഇന്ത്യ സന്ദർശിക്കാൻ ക്ഷണിച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശനം പൂർത്തിയാക്കി മടങ്ങിയത്.